ഹായ് മലയാളി മക്കളെ വണക്കം. ഇന്നത്തെ എന്തൊരു ഊള ടാസ്ക് ആയിരുന്നു എന്ന് വേണം എനിക്ക് പറയാനായിട്ടില്ല. കളിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ അത് കളിച്ച് തന്നെ പഠിക്കണം എന്ന് വേണം പറയാനായിട്ട്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലൊക്കെ പോകാം. അപ്പം ഡെവിൾസിന് മാത്രമായിട്ടൊരു ടാസ്ക്കാണ്. അത് ജയിൽ നോമിനേഷൻ. ഇന്നലെ അത് വെച്ചാണല്ലോ ഞാൻ അവസാനിപ്പിച്ചത്. ജയിൽ നോമിനേഷൻ ജാക്ലിനെയാണ് കേട്ടോ എല്ലാവരും കൂടെ വോട്ട് ചെയ്യുന്നത്. അതായത് ഡെവിൾസിന് മാത്രം. എന്നിട്ട് ജാക്ലിനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം പിന്നീട് അന്നത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുന്നു എന്ന് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. മഞ്ജരിയെ പറ്റി, മഞ്ജരി ഒരു വൈറസ് ആണെന്ന് അരുൺ വന്നിട്ട് സത്യയോട് പറയണം. അവൾ ശരിക്കും ഒരു വൈറസ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അരുൺ വന്നിട്ട് ഒരു മാനിപ്പുലേറ്ററാണ്. ഇങ്ങനെ മാനിപ്പുലേറ്റർ ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് മഞ്ജരി വന്നിട്ട് റാണവിനോട് ചോദിക്കുകയാണ്. റാണ ഒരു ടാർഗറ്റ് പേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ ആരുടെ? റയാൻ വേറെ ആരെയും ടാർഗറ്റ് ചെയ്യാനില്ല. പിന്നെ എല്ലാവർക്കും കോർണർ ചെയ്യാൻ പറ്റിയ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് റാണവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ലവ് സ്ട്രാറ്റജിയുടെ ഒരു 3/4 മണിക്കൂറോളം നമ്മുടെ തർഷികയും വിശാലും കൂടെ കാണിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? വായിക്കത്ത് വെച്ചാണ് ബ്ല പറയുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ടാസ്കിൻ്റെ ബേസിൽ തർഷിക കരഞ്ഞിട്ടുണ്ടായിരുന്നു സൗന്ദര്യം ജാക്ലിനുമായിട്ട് ഒരു പ്രശ്നത്തിൻ്റെ ബേസിൽ. അപ്പം അതിൽ പോയി ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞത് എന്തിനാണ്, എന്നെ വിളിക്കത്തില്ല എന്ന് ഞാൻ ആശ്വസിക്കുന്നത്. മേ ബി അതൊക്കെ തന്നെയാണ് അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്തൊരു ലവ് സ്ട്രാറ്റജി ഒളിഞ്ഞു കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ലിവിങ് ഏരിയയിലിരിക്കുകയാണ്. ആർക്കൊക്കെ എത്ര ഹാർട്ട് കിട്ടിയെന്ന് ഡെവിൾസിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ദീപക്ക് വന്നിട്ട് 3, സൗന്ദര്യയ്ക്ക് 1 കിട്ടിയില്ല, തർഷയ്ക്ക് 1, മുത്തുകുമറിന് 3, അത് കഴിയുമ്പോൾ സാച്ചിനയ്ക്ക് 2, പിന്നെ നമ്മുടെ റാണവിന് 1. അതേപോലെ എല്ലാവരുടെയും കണക്ക് പറയുന്നുള്ളൂ കേട്ടോ. ജാക്ലിനും സൗന്ദര്യക്കും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ആദ്യമൊക്കെ ഹാർട്ട് പോയിട്ടില്ല. ഏഞ്ചൽസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ റയാൻ്റെയും വിശാലിൻ്റെയും രഞ്ജിത്തിൻ്റെ ആനന്ദിയുടെ 2 ഉണ്ട്, 1 പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പം ബിഗ് ബോസിന് ലെവൽ 1 കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ ലെവൽ 2 ഡെവിൾസ് എല്ലാം ഏഞ്ചൽസ് എല്ലാം ഡെവിൾസുമായിട്ട് മാറുന്നതാണ് ലെവൽ 2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ടാസ്കിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ടാസ്കിനെ പറ്റി പറയാനുള്ളത്, ഇന്നലെ കളിച്ചത് എന്താണ്, അവർ ഡെവിൾസ് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് കരഞ്ഞ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടാണ് അവർ ഹാർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് നേരം അവർക്ക് ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ജാക്ലിനെ ജയിൽ നോമിനേഷനിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുന്നിടം വരെ അവർ ടാസ്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നില്ല, അതിന് മുന്നേ ഇവർ ഹാർട്ട് പറിക്കുകയാണ്. അങ്ങനെ പിടിച്ച് പറിച്ച് എടുക്കുകയാണ് ഹാർട്ട് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നല്ലവണ്ണം ദേഷ്യം വേണം, അല്ലെങ്കിൽ കരച്ചിൽ വന്നിട്ട് വേണം നമ്മളവരെ ഹാർട്ട് പറിച്ചെടുക്കാൻ. ഇതൊന്നുമില്ല, ചുമ്മാ അങ്ങ് പറിച്ചെടുക്കുക. നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ ബലമായിട്ട് ഇങ്ങ് തന്നരുത്. രഞ്ജിത്ത് പോയിട്ട് പറഞ്ഞാൽ അമ്മ തായേ തന്നിട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപേക്ഷയായിട്ട് ചെല്ലുന്നു. വേറൊരു തന്നിട് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ നീ ചിരിക്കാൻ തുടങ്ങി തന്നേര്, നീ കരയാൻ തുടങ്ങി തന്നേര്. ഇതെന്തോന്നിത്? നല്ല രീതിയിൽ തന്നെ പ്രൊവോക്ക് ചെയ്ത് അവർ പ്രൊവോക്കഡ് ആവണം. നമുക്ക് മനസ്സിലാവും, നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്നേ ഇല്ല എന്താണ് അവർ കാണിക്കുന്നത്. ടാസ്കിൻ്റെ രീതി ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റേ ഉള്ളായിരുന്നു ഇവരുടെ ടാസ്ക്. എന്ന് വെച്ചാൽ പിടിച്ചു പറിക്കാൻ അത്ര മതിയല്ലോ. എല്ലാവരുടെയും നിന്ന് പിടിച്ചു പറിച്ച് വാങ്ങിച്ചു. ആദ്യമേ ടാർഗറ്റായിട്ട് നമ്മുടെ ആരെയാണ് 3 പേരെ പറയാൻ പറയുന്നുണ്ട്. അത് വന്നിട്ട് സാജന, ദർശിക, മഞ്ജരിയെ പറയുന്നുണ്ടെങ്കിൽ പോലും അവരെ കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് അവർ പറിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബാക്കി എല്ലാവരുടെയും നിന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ ടാസ്ക് ഇല്ല. എല്ലാവരും ഡെവിൾസ് എല്ലാം കിടന്നുറങ്ങുന്നു, ഏഞ്ചൽസ് എല്ലാം ലിവിങ് ഏരിയയിൽ വായും പൊളിച്ചിരിക്കുന്നു. ഇതാണ് ടാസ്ക്. അപ്പോൾ മഞ്ജരിക്ക് തന്നെ ദേഷ്യം വന്നിട്ട് മഞ്ജരി പറയുന്നുണ്ട്, നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യ്, ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ പ്ലീസ് എന്ന് മഞ്ജരി വന്ന് പറയുകയാണ്. ഇല്ലെങ്കിൽ ഞാൻ ജെഫ്രിയുടെ ക്യാപ്റ്റൻ്റെ വന്നിട്ട് ഒരു വസൽ എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കും ബോറടിക്കുന്നത് എന്താ കാണിച്ചു കൂട്ടുന്നത്. അവർക്ക് ടാസ്കേ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നാളത്തെ കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ സെദ്പതി സാർ ചോദിക്കണം, ഇതെന്ത് ടാസ്ക്കാണ് ഇവർ കളിക്കുന്നത്, പിടിച്ചു പറി ടാസ്ക്കാണോ അതോ ഡെവിൾസ് എന്ത് ടാസ്ക്കാണ്? അവർ പ്രൊവോക്കഡ് ആയിട്ടില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല അവർ പ്രൊവോക്കഡ് ആയിട്ടുണ്ടെന്ന്. അത് കഴിയുമ്പോൾ റയാൻ വന്നിട്ട് റാണവിൻ്റെ എടുക്കുന്നുണ്ട്, ജെഫ്രി സാച്ചനയുടെ എടുക്കുന്നുണ്ട്, വിശാൽ വന്ന് മുത്തുക്കുമറിൻ്റെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജാക്ലിൻ കഥ, അതായത് നമ്മുടെ രഞ്ജിത്ത് അമ്മ ജെഫ്രിക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതെല്ലാം മേ ബി കാര്യം അവിടെ സൗന്ദര്യം നല്ല രീതിയിൽ തന്നെ അവർ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ബക്കറ്റ് വെച്ച് സൗന്ദര്യം അടയ്ക്കുമ്പോഴത്തേക്ക് സൗന്ദര്യം പ്രൊവോക്കഡാണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. പക്ഷേ പാട്ട് അതിന് മുന്നേ ജെഫ്രി വിട്ട് ജാക്ലിൻ്റെ ഒരു ഹാർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് പാട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഇവർക്കാണ് വന്നതെന്ന് പറഞ്ഞ് ഇവർ നമ്മുടെ സൗന്ദര്യയുടെ പറിച്ചെടുക്കും. അപ്പോഴത്തേക്കുടനെ നീ ഇങ്ങനെ ഇരക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ്റെ സ്ഥാനമുള്ള ആളാണ് രഞ്ജിത്ത്, അങ്ങനെ ഇരക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ആ ഹാർട്ട് എടുത്ത് എറിയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് രഞ്ജിത്തിനോട് അപ്പം സ്ഥാനത്ത് 60 ദിവസം കൊണ്ട് ഇപ്പോഴാണ് നിങ്ങളുടെ ക്യാരക്ടർ ഇത് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ ഷൗട്ട് ചെയ്യുന്നുണ്ട്. കാര്യമില്ല, ചുമ്മാതാ, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അൻഷിതയാണ് ഓവർ ആക്ടിങ്. അൻഷിത വന്ന് പിടിച്ച് കുറച്ച് അങ്ങ് കൊടുക്കുക.
അവൾക്ക് ടാസ്ക് കളിക്കാൻ മേല, അവൾ പിടിച്ച് പറിച്ചങ്ങ് കൊടുക്കുക, കമന്ന് കിടക്കുന്നവരുടെയൊക്കെ വലിച്ച് പറിച്ചിങ്ങനെ എടുത്ത് ഹാർട്ടൊക്കെ പറിച്ചു കൊടുക്കുക, ഉടുപ്പ് കീറുക, ഇതൊക്കെ എന്തോന്ന് ടാസ്ക് കളിക്കുന്നത് അൻഷിതയൊക്കെ. ഒന്നും മനസ്സിലാവുന്നില്ല. അൻഷിത ചുമ്മാ പൊട്ടയാ എന്ന് വേണം പറയാനായിട്ട്. അപ്പം അൻഷിത അങ്ങനെ ഒരു സൈഡിൽ കൂടെ കളിക്കുന്നത്. ഇവർക്ക് കളിക്കാൻ അറിയാൻ പാടില്ലേ, കളിക്കാൻ പാടില്ല. സത്യ വന്നിട്ട് അവർ പ്രൊവോക്കഡ് ആകാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം പറിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ആനന്ദ് ഇച്ചിരി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പവിത്രയൊക്കെ അവിടെ ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. ഇവിടുന്നോ 3 ഹാർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, എനിക്കറിയാം. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ലിവിങ് ഏരിയ വന്നിട്ട് ഡെവിൾസിനോട് ചോദിക്കണേ എത്ര ഹാർട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ചോദിക്കണം. അപ്പത്തേക്ക് പറഞ്ഞാൽ വാങ്ങിച്ചതല്ല, പിടിച്ച് കുറച്ച് വാങ്ങിച്ചു എന്ന് വേണം പറയാനെന്ന് പറഞ്ഞു. രഞ്ജിത്ത് 3 പവിത്ര 3 പവിത്രയ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ആനന്ദിക്ക് ഒരു 3 സത്യയ്ക്ക് 2 റയാൻ 1. അത് നമ്മുടെ റാണവിൻ്റെയാണ്. അയാൾക്ക് അത് മാത്രമേ അത് പറ്റത്തുള്ളൂ, വേറെ ആരും ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പാവം. വിശാൽ ഒരു 7 നല്ല രീതിയിൽ ബ്രോക്കർ ചെയ്യുന്ന തർഷിക ഒഴിച്ച്. അത് അൻഷിത ഒന്നുമില്ല. അൻഷിതയ്ക്ക് പിടിച്ച് പറിക്കാനല്ലേ അറിയത്തുള്ളൂ, അവിടെ വഴക്കുണ്ടാക്കാൻ അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. ജെഫ് വന്നിട്ട് 5. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ചേർന്നിട്ട് റയാനെ ജയിലിലും കൊണ്ട് അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലൈമാക്സ് നമ്മുടെ അൻഷിതയുടെ ഒരു കരച്ചിലും ഞാൻ അപ്പടി ചൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം നാളെ കഴിഞ്ഞിട്ട് വെള്ള പൂശണമല്ലോ, നല്ല രീതിയിൽ തന്നെ വെള്ള പൂശണമല്ലോ, ടാസ്ക് നന്നായിട്ട് കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സേതുപതി സാറ് വഴക്ക് പറയുമ്പോഴത്തേക്ക് വെള്ള പൂശണമല്ലോ അതിന് മുന്നേ. അപ്പോൾ അത് നല്ല രീതിയിൽ അൻഷിത ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരോടും ബെസേറ് ചെയ്യുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തത്. സത്യം ഈ കുട്ടി മലയാളികളുടെ നാണം കെടുത്താൻ വന്നിരിക്കുന്ന ആളാണ്. എന്നാന്ന് വെച്ചാൽ ടാസ്ക് നല്ല രീതിയിൽ കളിച്ചിട്ട് കരയുകയോ അല്ലെങ്കിൽ പ്രൊവോക്കഡ് ആക്കുകയോ ചെയ്യുന്നത് കുഴപ്പമില്ല. ഇതൊന്നും കളിക്കത്തുമില്ല, ഒന്നും ചെയ്യത്തുമില്ല. എന്തോന്നിത് ഒന്നും മനസ്സിലായില്ല. സത്യം ഈ വീക്കിലി ടാസ്ക് പൊട്ടേ. ഇന്നലത്തെ നല്ലതായിരുന്നു കേട്ടോ. സാച്ചിന പോലും എന്തോ കളിക്കാൻ നോക്കി അല്ലേ. ഞാൻ ഇന്നലെ സാച്ചിനെ ഒത്തിരി വിമർശിച്ചിട്ടുണ്ട്, പക്ഷേ സാച്ചിന പോലും കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവർ കുറേ നേരം ആ ടാസ്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമുക്ക് എൻഡിങ് വരെ അവർ ടാസ്ക് തന്നെയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഉള്ളായിരുന്നു. എല്ലാവരും വലിച്ചു പറിച്ച് എടുത്തു കഴിഞ്ഞിട്ട് അവർ ചുമ്മാ ഇരിക്കുക. എന്നിട്ട് ഡെവിൾസ് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ പോയിട്ട് മൂലയിൽ കിടന്നുറങ്ങുക, ഏഞ്ചൽസ് ലിവിങ് ഏരിയയിൽ തത്ത പോയ പോലെ കിളി പോയ പോലെ എൻ്റെ ഹാർട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയും കൂടെ ചെയ്യും. എന്തോന്നിത് ഒന്നും മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് പൊട്ട ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. കളിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര തന്നെ ഉണ്ടായിരുന്നല്ലോ. നാളത്തെ എപ്പിസോഡ് എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ.